ഇത് മോഡ്യൂൾ 3 ബോയിലർ എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. 2 ടൈപ്പ് ബോയിലറുണ്ട്. ഒന്ന് ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലറും. അപ്പോൾ ലാസ്റ്റ് പോർഷൻ ഇതിനകത്തിലെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലറും. അപ്പം നമുക്ക് ഇതുപോലെ എഴുതുന്നതായിരിക്കും എളുപ്പം. ഇപ്പോൾ ഡിഫറൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നതിനേക്കാൾ നല്ല ഇതുപോലെ ഇതിനകത്ത് നിന്നൊരു 7-8 എണ്ണം വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ ഈ സെയിം സംഭവം ഞാൻ PDF-നകത്ത് ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഫ്ലൂ ഗ്യാസസ്. അപ്പോൾ ഫ്ലൂ ഗ്യാസസ് എന്ന് പറയുന്നത് ഫയർ ട്യൂബ് ബോയിലറിനകത്ത് ഇൻസൈഡ് ദ പൈപ്പ് ആയിരിക്കും അല്ലേ, ഫയർ ട്യൂബ്. അപ്പം പൈപ്പിൻ്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്? ഫ്ലൂ ഗ്യാസസ് വരുന്നത്. അപ്പോൾ ഫ്ലൂ ഗ്യാസസിലെ ഡിഫറൻസ് ആണിത്. ഫസ്റ്റ് ഡിഫറൻസ് ഫ്ലൂ ഗ്യാസസിൽ വരും. വാട്ടർ ട്യൂബിനകത്തിലോ വാട്ടർ ആയിരിക്കും ഇൻസൈഡ് ദ പൈപ്പ്. വാട്ടർ ആയിരിക്കും ഇൻസൈഡ് ദ പൈപ്പ്. അടുത്തത് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളം തിളച്ച് സ്റ്റീം ആകുന്നു, അതാണ് ഇവാപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. അത് ഫയർ ട്യൂബിൽ ലെസ് ആയിരിക്കും, പക്ഷേ വാട്ടർ ട്യൂബിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ഫയർ ട്യൂബിനകത്ത് ഒരുപാട് ക്വാണ്ടിറ്റി വെള്ളവും പിന്നെ കുറച്ച് 4-5 പൈപ്പിനകത്തൂടെ അല്ലെ 10-12 പൈപ്പിനകത്തൂടെ ഹോട്ട് എയർ പോകുന്നു. അപ്പം ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പോകും. അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഇത് ഇവാപ്പറേറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഇവിടെ ഇവാപ്പറേഷൻ കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. കമ്പയർ ടു വാട്ടർ ട്യൂബ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഫ്ലൂ ഗ്യാസസിനകത്ത് 4-5 അല്ലെ 10-12 പൈപ്പിനകത്ത് വെള്ളം എന്നാലോചിച്ച് ഒരുപാട് ക്വാണ്ടിറ്റി ഹീറ്റ് എനർജിയും കുറച്ച് വെള്ളവും. അപ്പോൾ എന്തുവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കും. പിന്നെ ലെസ് വാട്ടർ ഡാമേജ് പാർട്ട് അത് വേണ്ട, അങ്ങ് വിട്ടേരും. അപ്പോൾ ഈ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് തിക്നെസ് ഓഫ് ദ ഷെല്ല്. അതിനേതായിരിക്കും? തിക്നെസ് ഓഫ് ദ ഷെല്ല് ഫയർ ട്യൂബിന് കൂടുതലായിരിക്കും, മോറായിരിക്കും. കാരണം ട്യൂബിനകത്താണ് ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ടെമ്പറേച്ചറിലുള്ള ഫ്ലൂ ഗ്യാസസ്, അപ്പം ഹൈ ഹീറ്റ് എനർജി ആയിരിക്കും. അപ്പോൾ ഇത് ട്യൂബ്സ് അല്ലേ, മെറ്റൽ ട്യൂബ് എക്സ്പാൻഡ് ആയി ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഷെൽ തിക്നെസ് നല്ല കൂടുതൽ വേണം. പക്ഷേ വാട്ടർ ട്യൂബിൻ്റെ കേസിൽ എന്തുവാ? വെള്ളം സ്റ്റീം ആവുന്ന വെള്ളം പുറത്തേക്കങ്ങ് പോയി പ്രഷർ പുറത്തേക്കങ്ങ് പോകാൻ ശ്രമിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റീമിന് ഈ ഒരു കേസിൽ വാട്ടർ ട്യൂബ് ബോയിലറിന് തിക്നെസ് ഓഫ് ഷെല്ല് അത് കുറവായിരിക്കും, ലെസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? വെള്ളം തിളയ്ക്കുന്നു, നീരാവിയായി പോകുന്നു, അതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ടെമ്പറേച്ചർ കാരണം പൈപ്പ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത. അപ്പോൾ പറയും സ്റ്റീം കൂടുമ്പോൾ പൊട്ടിത്തെറിക്കുക, ശരിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഇനി കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റില്ല. ഈ ഫയർ ട്യൂബിനായിരിക്കും കൂടുതൽ, വാട്ടർ ട്യൂബിന് കുറവായിരിക്കും. പിന്നെ ക്ലോഗിങ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് പാസ് ചെയ്യുമ്പോൾ ഏതൊരു സംഭവം നമ്മുടെ വീട്ടിൽ അലൂമിനിയം മാത്രമൊക്കെ കാണാം, ഇങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വെളുത്ത പൊടികൾ, അതൊരു തരം ക്ലോഗിങ്. അത് വെള്ളത്തിലുള്ള ഒരു മിനറൽ അടിയുന്നതാണ്. അപ്പോൾ ക്ലോഗിങ് ഓഫ് വാട്ടർ അതായത് വെള്ളത്തിലെ മിനറൽസ് പൈപ്പിനകത്ത് അടിഞ്ഞു കൂടുന്ന ഒരു പ്രക്രിയ. ഈ ട്യൂബിനകത്ത് ശരിക്കും അല്ലേ, ട്യൂബിനകത്ത് ഫയറാണ്. അപ്പോൾ അവിടെ ക്ലോഗിങ് ഇല്ല. നമ്മളോട് പറഞ്ഞ ക്ലോഗിങ് ഓഫ് വാട്ടർ. അപ്പം ട്യൂബിനകത്ത് ഹോട്ട് ഫ്ലൂ ഗ്യാസാണ്, വെള്ളം പുറത്താണ്, അപ്പം വെള്ളത്തിൻ്റെ ക്ലോഗിങ് ഇല്ല. വാട്ടർ ട്യൂബിനകത്ത് വെള്ളമുണ്ട്, അപ്പം ക്ലോഗിങ് ഉണ്ടാവും. ഇഫ് ബ്ലാസ്റ്റ് എന്തെങ്കിലും പൊട്ടിത്തെറികൾ സംഭവിച്ചാൽ ഈ ഫയർ ട്യൂബിനായിരിക്കും മോർ ഡാമേജ്, വാട്ടർ ട്യൂബിന് ലെസ് ഡാമേജ്. പിന്നെ മെയിൻ്റനൻസ്, ഫയർ ട്യൂബ് ഈസിയാണ്, വാട്ടർ ട്യൂബ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നോക്കി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫയർ ട്യൂബ് ലെസ്സാണ്, വാട്ടർ ട്യൂബ് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ വിൽകോക്സ് ബോയിലറൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത്. പിന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് ലോഡ് നോട്ട് സൂട്ടബിൾ. പീക്ക് ലോഡ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? വിൽകോക്സ് ബോയിലറാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഈ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ചിലപ്പം വോൾട്ടേജ് കൂടിയും കുറഞ്ഞും ഒക്കെ, ലോഡ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. ലോഡ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ആ സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ വാട്ടർ ട്യൂബ് ബോയിലർ. നമ്മൾ പഠിച്ചത് വിൽകോക്സ് ബോയിലർ. അപ്പോൾ നമ്മൾ പ്രത്യേകം ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറഞ്ഞിട്ടുണ്ടായി. തെർമൽ പവർ പ്ലാന്റിൽ പീക്ക് ലോഡ് സമയത്തൊക്കെ പെട്ടെന്ന്
ലാർജ് ക്വാണ്ടിറ്റിയിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനും ഹൈ പ്രഷറിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ആ ഒരു വിൽകോക്സ് ബോയിലറാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പം ഫ്ലക്ച്വേഷൻ ഓഫ് ലോഡ് ഫയർ ട്യൂബ് സൂട്ടബിൾ അല്ല, വാട്ടർ ട്യൂബ് സൂട്ടബിൾ ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഇത് വളരെ സിമ്പിളായി ലെസ്സാണ്, ഇവിടെ മോർ. പിന്നെ സ്റ്റീം ജനറേഷൻ കപ്പാസിറ്റി അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യല്ലേ. സ്റ്റീം ജനറേഷൻ കപ്പാസിറ്റി, ഫ്ലക്ച്വേഷൻ ഓഫ് ലോഡ്, എഫിഷ്യൻസി, പിന്നെ പ്രഷർ റേഞ്ച് പറയാൻ വിട്ടുപോയായിരുന്നു. പ്രഷർ റേഞ്ച് ഫയർ ട്യൂബിനകത്ത് ലോ ആയിരിക്കും, വാട്ടർ ട്യൂബിനകത്ത് ഹൈ ആയിരിക്കും. പിന്നെ തിക്നെസ് ഓഫ് ഷെല്ല്, ഇവാപ്പറേഷന്, ഇത്രയും 1 2 3 4 5 6 ഇത്രയും മതി. 6 ഒരെണ്ണം കൂടെ ഇഷ്ടമുള്ള ഒരെണ്ണം കൂടെ ചേർത്ത് എഴുതാം. നോക്കി ഈ ടിക്ക് മാർക്ക് ചെയ്ത അത്രയും സാധനം വൃത്തിയായിട്ട് പഠിച്ചോണം. അപ്പം സ്റ്റീം ജനറേഷൻ കപ്പാസിറ്റി വളരെ കുറവാണ് ഫയർ ട്യൂബിന്. കാരണം ഫയറാണ് ട്യൂബിനകത്ത്, അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസസ് ആണ്, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ സ്റ്റീം ജനറേഷൻ കുറവായിരിക്കും. പക്ഷേ ഇപ്പുറത്ത് ഒരുപാട് വലിയ ഹീറ്റ് എനർജിക്കകത്തൊരു കുറച്ച് പൈപ്പിനകത്ത് കുറച്ച് വെള്ളം പാസ് ചെയ്ത് പോകും. അപ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റീമാവും. അത്രയും എനർജി പെട്ടെന്ന് കയറി അത്രയും വെള്ളം ഒരുപാട് എനർജി സ്വീകരിച്ച്, കാരണം അബണ്ടൻ്റായിട്ടുണ്ട്. ഇതൊരു വലിയ ഫർണസിനകത്തല്ല കുറച്ച് ട്യൂബ് ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ എനർജി അവൈലബിളാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഹീറ്റ് എനർജി സ്വീകരിച്ച് വെള്ളം വേപ്പറായിട്ട് മാറും. അപ്പം ഈ ഒരു കേസിൽ സ്റ്റീം ജനറേഷൻ കപ്പാസിറ്റി ഫയർ ട്യൂബിന് കുറവും വാട്ടർ ട്യൂബിന് കൂടുതലുമായിരിക്കും. ഈ ടേബിൾ പോലെ അങ്ങ് വരച്ചെഴുതിയാൽ മതി, മറ്റേ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് എഴുതണ്ട കേട്ടോ. ഇത് നമ്മുടെ മോഡ്യൂൾ 3യുടെ ചാപ്റ്റർ 3 ആണ്, സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈൻ്റെ ഉപയോഗം എന്താണ്? സ്റ്റീം ടർബൈനിൽ ഹൈ പ്രഷർ ഹൈ വെലോസിറ്റിയുള്ള സ്റ്റീം എത്തി, അത് കറങ്ങി, അത് ജനറേറ്ററിനെ പിടിച്ച് കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് പ്രൈം മൂവർ. പ്രൈം മൂവർ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം 3 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. എ പ്രൈം മൂവർ ഈസ് എ സെൽഫ് മൂവിങ് ഡിവൈസ് വിച്ച് convert the available natural source of energy into mechanical energy of motion to drive the other machine. അപ്പോൾ പ്രൈം മൂവർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജിയിൽ നിന്ന് ആ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ? മെക്കാനിക്കൽ എനർജി ഓഫ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് റിസൾട്ട് എന്താണ്? ടു ഡ്രൈവ് അതർ മെഷീൻ, വേറൊരു മെഷീനെ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം അതിനെ പറയുന്ന പേരാണ് പ്രൈം മൂവർ. എ പ്രൈം മൂവർ ഈസ് എ സെൽഫ് മൂവിങ് ഡിവൈസ് വിച്ച് കൺവേർട്ട് അവൈലബിൾ നാച്ചുറൽ സോഴ്സ്. കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണ്? അവൈലബിൾ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് ടു എന്തിലേക്ക്? മെക്കാനിക്കൽ എനർജി ഓഫ് മോഷനിലേക്ക്. എന്തിന്? ടു ഡ്രൈവ് ദി അതർ മെഷീൻ. അപ്പം ഈ സ്റ്റീം ടർബൈൻ ഒരു പ്രൈം മൂവർ ആണെങ്കിൽ ആ സ്റ്റീം ടർബൈൻ സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജി സ്വീകരിച്ച് അതിനെ കൈനറ്റിക് എനർജിയാക്കി മാറ്റി, ആ കൈനറ്റിക് എനർജി മൂലം ഉണ്ടാകുന്ന റൊട്ടേഷൻ അത് ഷാഫ്റ്റ് വഴി ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി എന്ന എനർജി ഉണ്ടാക്കുന്നു. അപ്പം ഈ ഡ്രൈവ് ടു അതർ മെഷീൻ ഏതാണ്? നമ്മുടെ ഈ കേസ് ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം വെച്ച് ജനറേറ്റർ ആയിരിക്കും. ഇനി ഉദാഹരണം നോക്കി, വേരിയസ് ടൈപ്പ് ഓഫ് പ്രൈം മൂവേഴ്സ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആർ സ്റ്റീം എൻജിൻ, സ്റ്റീം ടർബൈൻ, ഗ്യാസ് ടർബൈൻ, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. അപ്പം ഇതാണ് ഈ പറയുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് പ്രൈം മൂവേഴ്സ്. അതെന്തോ ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പഷൻ ഓഫ് ഫ്യൂവൽ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ? ഏതിലേക്ക്? മെക്കാനിക്കൽ എനർജിയിലേക്ക്. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് സ്റ്റീം എൻജിൻ. പഴയ നമ്മുടെ ട്രെയിൻ പുക തുപ്പുന്ന ട്രെയിനൊക്കെ ഇല്ല, അതൊക്കെ സ്റ്റീമാണ്. എന്ന് വെച്ചാൽ പുക എന്ന് പറയുമ്പോൾ ഭയങ്കര പുക, ഭയങ്കര കറുത്ത സിനിമയ്ക്കകത്ത് വേണ്ടല്ലോ, കറുത്ത പുക തുപ്പി പോകുന്ന ട്രെയിൻ, ഒരു പ്രത്യേക ഷേപ്പിലുള്ള ട്രെയിൻ അത്. പിന്നെ സ്റ്റീം ടർബൈൻ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ടർബൈൻസ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ സംഭവിക്കുന്നത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൽ? പെട്രോളിനകത്തെ അല്ലെങ്കിൽ ഡീസലിനകത്തെ കെമിക്കൽ എനർജി അത് ഹീറ്റ് എനർജിയായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ആ ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യുന്നത് കൈനറ്റിക് എനർജി, പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നില്ലേ, അതിന് കാരണമാകുന്ന കൈനറ്റിക് എനർജിയിലേക്ക് മാറുന്നു. ആ കൈനറ്റിക് എനർജിയുടെ റിസൾട്ടായിട്ട് ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ടാകുന്നു. അത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രൈം മൂവറിൻ്റെ കേസിൽ വരുന്നതാണ്. ഇനി എന്താണ് സ്റ്റീം ടർബൈൻ? സ്റ്റീം ടർബൈൻ്റെ ഡെഫിനിഷൻ: എ സ്റ്റീം ടർബൈൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രൈം മൂവർ. അപ്പം സ്റ്റീം ടർബൈൻ ഒരു പ്രൈം മൂവറാണ്. ഇൻ വിച്ച് ദ ഹീറ്റ് എനർജി ഓഫ് സ്റ്റീം
ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ഡയറക്ട്ലി ഇൻ ദ ഫോം ഓഫ് മോഷൻ, റോട്ടറി മോഷൻ. അപ്പോൾ എന്താണ്, സ്റ്റീം ടർബൈൻ ഒരു പ്രൈം മൂവറാണ്. ഇൻ വിച്ച് അതിൽ ഹീറ്റ് എനർജി ഓഫ് സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജി ട്രാൻസ്ഫോംഡ്, മാറ്റം വരുത്തുന്നു. എങ്ങനെ? ഹീറ്റ് എനർജിയിൽ നിന്നും മെക്കാനിക്കൽ എനർജി മാറ്റും. ഡയറക്റ്റ്ലി ശരിക്കും ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് റോട്ടറി മോഷനായിട്ട്. ദ ഹീറ്റ് എനർജി ഓഫ് സ്റ്റീം ഈസ് ഫസ്റ്റ് കൺവേർട്ട് ഇൻ ടു കൈനറ്റിക് എനർജി. ദി ഹീറ്റ് എനർജി ഓഫ് സ്റ്റീം ഈസ് ഫസ്റ്റ് കൺവേർട്ട് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പം സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജി അത് ഫസ്റ്റ് കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്നു, ശേഷം അതിനെ മെക്കാനിക്കൽ എനർജി ഓഫ് റൊട്ടേഷനാക്കി മാറ്റുന്നു. അപ്പോൾ ആദ്യം ആകുന്നത് എന്താണ്? ആദ്യം സ്റ്റീമിൻ്റെ ഹീറ്റ് കൈനറ്റിക് എനർജി ആകുന്നു, ആ കൈനറ്റിക് എനർജിയാണ് മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റപ്പെടുന്നത്. പിന്നെ സ്റ്റീം ടർബൈൻ ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എൻ ഐഡിയൽ പ്രൈം മൂവർ ടു ഡ്രൈവ് ഇലക്ട്രിക് ജനറേറ്റർ ഇൻ എ തെർമൽ പവർ പ്ലാന്റ് ആൻഡ് generate electric power. A steam turbine is mainly used as an ideal prime mover. അപ്പോൾ സ്റ്റീം ടർബൈൻ ഐഡിയൽ പ്രൈം മൂവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ടു ഡ്രൈവ് ഇലക്ട്രിക് ജനറേറ്റർ. അപ്പം പറഞ്ഞ ഉദാഹരണം ഇലക്ട്രിക്കൽ ജനറേറ്റർ കറക്കാൻ വേണ്ടി. അതാണ് ശരിക്കും അതിൻ്റെ ഉപയോഗം. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഇപ്പം ഈ സ്റ്റീം ട്രെയിൻ ഒന്നുമില്ല അല്ലേ, അപ്പോൾ ആകെ ഇപ്പോൾ സ്റ്റീം ഉള്ളത് ഇവിടെ ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടി തെർമൽ പവർ പ്ലാന്റുകൾ. അതാണ് നമ്മൾ ഈ സ്റ്റീമിനെ പറ്റി പഠിക്കാൻ കാരണം. എല്ലായിടത്തും ഒരു 70% വൈദ്യുതി വരുന്നത് സ്റ്റീം പവർ പ്ലാന്റുകളിൽ നിന്നാണ്. നമ്മളെ കേരളത്തിൽ നമുക്ക് കുറച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ പള്ളിവാസൽ പോലെ അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഹൈഡ്രോ പവർ പ്ലാന്റാണ്. പിന്നെ കുറച്ച് വിൻഡ് മില്ലുണ്ട്. അപ്പോൾ തമിഴ്നാടാണ് ശരിക്കും. കേരളത്തിൽ കാണുന്നെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കാം. പക്ഷെ കൂടുതലും വരുന്ന മിക്കയിടത്തും പറയുന്നത് ലോകത്തിലെ 70% ഇലക്ട്രിസിറ്റി ജനറേഷനും തെർമൽ പവർ പ്ലാന്റിൽ കൂടെയാണെന്നാണ് പറയുന്നത്. സ്റ്റീം ടർബൈൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു നോസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു. നോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. ഇമ്പൾസ് ടർബൈനകത്ത് എങ്ങനെയാണോ ഒരു ഇമ്പൾസ് ടർബൈൻ, ഹൈഡ്രോളിക് ഇമ്പൾസ് ടർബൈൻ വർക്ക് ചെയ്യുന്നത് അറിയാമല്ലോ, പെൽട്ടൺ വീൽ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റീം ഇമ്പൾസ് ടർബൈനും വർക്ക് ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഈ നോസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് നോക്കാം, ഇവിടെ 2.1 ശേഷമുള്ള നോക്കാം. ഇത് വേണ്ട, ഇതങ്ങ് വിട്ടേര്. ദ സ്റ്റീം അറ്റ് ഹൈ പ്രഷർ ആൻഡ് റിലേറ്റീവ്ലി ലോ വെലോസിറ്റി എൻ്റർ ദ നോസിൽ ആൻഡ് ആസ് ഇറ്റ് പാസ് ബിറ്റ്വീൻ ദി എൻട്രി ആൻഡ് ത്രോട്ട്. പറഞ്ഞത് ദ സ്റ്റീം അറ്റ് ഹൈ പ്രഷർ ആൻഡ് റിലേറ്റീവ് ലോ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹൈ പ്രഷർ ലോ വെലോസിറ്റി സ്റ്റീം ഈ ത്രോട്ടിലേക്ക് വരുന്നു. ഇതാണ് ത്രോട്ട് ഭാഗം, ഈ ഏറ്റവും കുറഞ്ഞ ഭാഗം, ഡയമീറ്റർ ഏറ്റവും കുറഞ്ഞ ഭാഗം. എന്ത് സംഭവിക്കുന്നത്? ആസ് ഇറ്റ് പാസസ് ബിറ്റ്വീൻ ദ എൻട്രി ആൻഡ് ദ ത്രോട്ട് ഇറ്റ് എക്സ്പാൻഡ് ടു എ ലോ പ്രഷർ. ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഹൈ പ്രഷറിലുള്ള സ്റ്റീം അങ്ങ് എക്സ്പാൻഡ് ആകുക മീൻസ് ടു എ ലോ പ്രഷർ. എക്സ്പാൻഡ് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷർ അങ്ങ് കുറയും. ഒരു സാധനം ഇങ്ങനെ മുറുക്കി വെച്ച സാധനത്തിൽ പ്രഷർ കൂടുതലായിരിക്കും. എക്സ്പാൻഡ് ആകുക മീൻസ് വോളിയം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയും. അപ്പോൾ പറയുന്നത് അതാണ്. ആസ് ഇറ്റ് പാസസ് ബിറ്റ്വീൻ ദി എൻട്രി ആൻഡ് ത്രോട്ട് ഇറ്റ് എക്സ്പാൻഡ് ടു എ ലോ പ്രഷർ. ഡ്യൂ ടു ദിസ് എക്സ്പാൻഷൻ ഇൻ ദിസ് പോർഷൻ ഓഫ് നോസിൽ, എവിടെ ഈ പോർഷൻ ഓഫ് നോസിലാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്ത് സംഭവിക്കും? പോർഷൻ ഓഫ് നോസിൽ ദി എൻതാൽപ്പി ഓഫ് സ്റ്റീം ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ സ്റ്റീമിൻ്റെ എൻതാൽപ്പി കുറയും. അപ്പോൾ ഈ ഹൈ പ്രഷർ ലോ വെലോസിറ്റിയിലുള്ള സ്റ്റീം ഈ ത്രോട്ടിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് എക്സ്പാൻഡ് ആകുന്നതനുസരിച്ച് അത് ലോ പ്രഷർ ആകുന്നു. അത് രണ്ട് പ്രധാനപ്പെട്ട വാക്കാണ്. എക്സ്പാൻഡ് ആകും, അതിൻ്റെ റിസൾട്ടായിട്ട് ഇത് ലോ പ്രഷർ ആകും. അതുമൂലം സ്റ്റീമിൻ്റെ എൻതാൽപ്പി കുറയും. സ്റ്റീമിൻ്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഹീറ്റ് എനർജി കുറയും. ആസ് ദർ ഈസ് നോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ നോസിൽ. അപ്പം നോസിലിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊരു ജസ്റ്റ് ഒരു ഉപകരണമാണ്, ഒരു ചെറിയ പൈപ്പ് പോലെ സംഭവം മാത്രമോ. നമ്മുടെ ഈ വെഞ്ചുറിമീറ്റർ ഉണ്ടല്ലേ, വെഞ്ചുറിമീറ്റർ പോലെ സംഭവം. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് ഹീറ്റ് ലോസ് നടക്കുന്നില്ല, അവിടെ പ്രത്യേകിച്ച് വർക്ക് ഡൺ നടക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് രണ്ടും സംഭവിക്കാത്ത സ്ഥിതിക്ക് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ബി നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതവിടെ സംഭവിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എക്സ്പാൻഡായ ഹൈ പ്രഷർ ലോ വെലോസിറ്റിയിലുള്ള
ആ ഒരു സ്റ്റീം ഉണ്ടല്ലോ അതിന് എൻതാൽപ്പി കുറയുമെന്നാണ് പറഞ്ഞത്. എൻതാൽപ്പി കുറയാൻ മീൻസ് ഹീറ്റ് എനർജി കുറഞ്ഞു. അപ്പോൾ ആ ഹീറ്റ് എനർജി ബാക്കി എവിടെ പോകും? അത് വരുന്ന മാറ്റമാണ് ഇനി പറയാൻ പോകുന്നത്. ദ എൻതാൽപ്പി ഓഫ് സ്റ്റീം മസ്റ്റ് ബി ദെയർഫോർ ബി ഈക്വൽ ടു ദി ഇൻക്രീസ് ഇൻ വെലോസിറ്റി. അപ്പം ആ ഹീറ്റ് എനർജി എൻതാൽപ്പി കുറവ്. അപ്പോൾ എന്ത് കുറഞ്ഞു? എൻതാൽപ്പി കുറയാൻ മീൻസ് ഹീറ്റ് എനർജി കുറഞ്ഞു. ആ ഹീറ്റ് എനർജി എങ്ങനെ മാറ്റപ്പെടും? ഇൻക്രീസ് ഇൻ വെലോസിറ്റി, അതല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റപ്പെടും. മനസ്സിലായോ? Therefore, a jet of steam at high velocity come out of the throat section of the nozzle. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ജെറ്റ് ഓഫ് സ്റ്റീം വിത്ത് ഹൈ വെലോസിറ്റി കം ഔട്ട് ഓഫ് ദി നോസിലിനകത്തുനിന്ന് ഹൈ വെലോസിറ്റിയുടെ സ്റ്റീം ഓഫ് ജെറ്റ് അത് പുറത്തേക്ക് വരും. ഇതാണ് ഈ നോസിലിൻ്റെ ഉപയോഗം. ഇത് എവിടെയാണ് പ്രയോഗിക്കപ്പെടുന്നത്? ഇത് പ്രയോഗിക്കപ്പെടുന്നത് ഇമ്പൾസ് സ്റ്റീം ടർബൈനകത്താണ്. ഇമ്പൾസ് സ്റ്റീം ടർബൈനിനകത്ത് നോക്കി. ഇത് പറയുന്നത് ഇറ്റ് എക്സ്പാൻഡ് ടു എ ലോ പ്രഷർ. അപ്പോൾ ഈ നോസിൽ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിനെ എന്തിലേക്ക് മാറ്റുക? ഹൈ വെലോസിറ്റിയിലേക്ക് മാറ്റുക. ഹൈ പ്രഷറിനെ ഹൈ വെലോസിറ്റിയിലേക്ക് മാറ്റുക. അപ്പോൾ പ്രഷർ ഹൈ ആണ്, ഹൈ വെലോസിറ്റിയിലേക്ക് മാറ്റണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത്? ഡിഫ്യൂസർ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്യൂസർ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഡിഫ്യൂസർ നമ്മളെവിടെ പഠിച്ചത്? സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിനകത്ത് ഡിഫ്യൂസറിനെ പറ്റി പറഞ്ഞില്ലേ? അത് ഹൈ വെലോസിറ്റി ഉള്ള എയറിനെ ഇത് വൈഡനിങ്, അതായത് ഒരു വൈഡനിങ് ഏരിയ കൂടെ കയറ്റി വിട്ട് അതിൻ്റെ പ്രഷർ കൂട്ടും ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഹൈ പ്രഷർ സ്റ്റീം ഈ തോട്ടി വരുമ്പോൾ എന്താവും? എക്സ്പാൻഡ് ആകുന്നു, ലോ പ്രഷറാകുന്നു. ലോ പ്രഷറിൻ്റെ റിസൾട്ട് എന്താണ്? പ്രഷർ കുറഞ്ഞാൽ വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടാൻ കാരണം എന്തുവാ? വെലോസിറ്റി കൂടാൻ കാരണം ഏതാണ്? ഈ എൻതാൽപ്പി. ആ എൻതാൽപ്പിയാണ് കൈനറ്റിക് എനർജിയിലേക്ക് മാറുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രോട്ടിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ചിലപ്പം എഴുതേണ്ടി വരും. ത്രോട്ടിലിംഗ് പ്രോസസ്സ് ഇതങ്ങനെ ചോദിക്കാൻ സാധ്യത. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ നോസിലിനകത്ത് സംഭവിക്കുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം ടർബൈനാണ്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രോപ്പ് ഓഫ് പ്രഷർ ഉണ്ടോ? ഡ്രോപ്പ് ഓഫ് പ്രഷർ എവിടെയാണ് സംഭവിക്കുന്നത്? അത് ഈ നോസിലിൻ്റെ കേസിലാണ് ഇവിടെ. ബാക്കി നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രോപ്പ് ഓഫ് പ്രഷർ ഡ്യൂ ടു ദി എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം. പ്രഷർ ഡ്രോപ്പ് ആകുന്ന കാരണം എന്തോ? എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം ടേക്ക് പ്ലേസ്. എവിടെയാണ് സംഭവിക്കുന്നത്? എയ്തർ ബിഫോർ ഇറ്റ് പാസസ് ഓൺ ദ ടർബൈൻ. അത് ഒന്നുകിൽ ടർബൈനിലേക്ക് വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ടർബൈനിലെത്തിയതിന് ശേഷമോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലാണ് ടർബൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമെന്ന് നോക്കുമ്പോൾ പ്രധാനമായിട്ടും സ്റ്റീം ടർബൈനെ ഡി ലെവൽ ടർബൈൻ അതാണ് ഇമ്പൾസ് ടർബൈൻ. അടുത്തത് രണ്ടാമത്തെ പാഴ്സൺസ് ടർബൈൻസ്, റിയാക്ഷൻ ടർബൈൻ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കും. അപ്പം ഈ സ്റ്റീം എവിടെ വെച്ച് എക്സ്പാൻഡ് ആകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻസ് ഏതിൻ്റെ? സ്റ്റീം ടർബൈൻ്റെ. ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ സ്റ്റീം ടർബൈൻ എത്തുന്നതിന് മുമ്പ് നോസിലിനകത്ത് തന്നെ എക്സ്പാൻഡ് ആകുന്നു. അപ്പം അതൊരു സെറ്റ്. ഇനി റിയാക്ഷൻ ടർബൈൻ്റെ കേസിലാണെങ്കിൽ പല സീരീസിനകത്തൂടെ സ്റ്റീം കയറി ഇറങ്ങിപ്പോയി എക്സ്പാൻഡ് ആയി പോകുന്നത്. അപ്പോൾ ടർബൈനിൽ വന്നതിന് ശേഷമേ സ്റ്റീം എക്സ്പാൻഡ് ആകുന്നുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് എൻ്റെ പേരാണ് പാഴ്സൺസ് ടർബൈൻ അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻ. നോസിൽ ഉപയോഗിക്കുന്നത് ഇവിടെ ഇമ്പൾസ് ടർബൈൻ അല്ലെങ്കിൽ ഡി ലെവൽ ടർബൈനാണ്. ഇനി ഡി ലെവൽ ടർബൈൻ അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടർബൈൻ ദ സ്റ്റീം ഈസ് ഇനിഷ്യലി എക്സ്പാൻഡഡ് ഇൻ ദ നോസിൽ. അപ്പോൾ അതുപോലെ പറഞ്ഞു നമ്മൾ പറഞ്ഞ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്നത് ടർബൈന് മുമ്പാണെങ്കിൽ, ടർബൈന് വെളിയിലാണെങ്കിൽ അതിനെ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയും. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടർബൈൻ ദ സ്റ്റീം ഈസ് ഇനിഷ്യലി എക്സ്പാൻഡഡ് ഇൻ എ നോസിൽ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അതിൻ്റെ റിസൾട്ട് എന്താണ്? എ ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് എ നോസിൽ. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് ദി നോസിൽ. ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് സ്റ്റീം
നോസിൽ നിന്ന് പുറത്ത് വരും. ആ നോസിൽ നിന്ന് പുറത്ത് വരുന്ന സ്റ്റീം ഈസ് മെയ്ഡ് ടു ഗ്ലൈഡ് ഓവർ ദ കർവ്ഡ് വെയിൻ കോൾഡ് ബ്ലേഡ്. അപ്പം ഈ ഇമ്പൾസ് ടർബൈൻ്റെ ഒരു ഷേപ്പ് ആണ് എൻ്റെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ ഷേപ്പ്. എൻ്റെ ഈ കർവ്ഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലേഡ്, അല്ലെ വെയിൻസ് എന്ന് പറയും, അല്ല ബ്ലേഡ് എന്ന് പറയും. ഈ കാണുന്നതാണ് നോസിൽ. നോക്കി, ആദ്യം ഏരിയ കുറഞ്ഞു വന്നു. ഇതിൻ്റെ ഈ ഭാഗമാണ് ത്രോട്ട്, ഈ ഭാഗമാണ് ത്രോട്ട്, ഈ ഭാഗമാണ് ത്രോട്ട്. ശേഷം ബാക്കി ഇവിടെ എക്സ്പാൻഷൻ സംഭവിക്കും. അതിൻ്റെ ഒരു ഇത് 3D, ഇത് 2D മോഡൽ. അപ്പോൾ ഇത് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നോസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്. അപ്പം ഇങ്ങനെയാണ് ബ്ലേഡിൻ്റെ ഷേപ്പ്. ഈ ബ്ലേഡിൽ വന്ന് ഇങ്ങനെ തട്ടി ഇങ്ങനെ തെറിച്ച് വെളിയിലോട്ട് പോകും. ഇതൊരു രണ്ട് ബെയറിങ് വെച്ചൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതൊക്കെ എന്താണെന്ന് പുറകെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് ദി നോസിൽ ഇസ് മെയ്ഡ് ടു ഗ്ലൈഡ് ഓവർ ദ കർവ്ഡ് വേ. ഇപ്പോൾ നോക്കിയാൽ എൻ്റെ ഈ പിക്ചർ കണ്ടോ, ഇത് നേരെ ചരിച്ച് വെച്ചിട്ടാണ്. ഹൈ വെലോസിറ്റി ഉള്ള ജെറ്റ് സ്റ്റീം എൻ്റെ ഈ സൈഡിൽ കൂടെ വരുന്നത്. ശരിക്കും നേരെ എൻ്റെ നമ്മുടെ ഹൈഡ്രോളിക് ടർബൈൻ പോലെ ഇമ്പൾസ് ടർബൈൻ കറക്റ്റ് സെൻറ്ററിലല്ല, ഈ പെൻസിൽ വെച്ചിരിക്കുന്നവർക്കല്ല, ഇതിൻ്റെ നോസിലിരിക്കുന്ന ചരിഞ്ഞ് ഈ പെൻസിൽ ഇപ്പോൾ ഈ പെൻസിൽ വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ നോസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ വെലോസിറ്റിയിലുള്ള ജെറ്റ് ഈ കർവ്ഡ് വെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡിൽ വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സർക്കംഫറൻസ് മൊത്തത്തിൽ കൂടെ കയറി പാസ് ചെയ്താൽ പറഞ്ഞത്. ഇതാണ് ഈ സർക്കംഫറൻസ്. ഇവിടെ പറയുന്നുണ്ട് ദ ജെറ്റ് സ്റ്റീം ഗ്ലൈഡ്സ് ഓവർ ദ ബ്ലേഡ് ടു ഗെറ്റ് ഡിഫ്ലക്റ്റഡ് വെരി നിയർലി ഇൻ ദ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ടിയതാണ്. ഈ ചരിച്ച് വെച്ചിരിക്കുന്ന നോസിലിനകത്തൂടെ വരുന്ന ഹൈ വെലോസിറ്റി ജെറ്റ് സ്റ്റീം ഈ ഫുള്ള് സർക്കംഫറൻസിലും തട്ടി തിരിച്ചു ഇങ്ങനെ കയറി ഇറങ്ങിയായിരിക്കും പോവുക. മനസ്സിലായോ? ദിസ് കോസ് ദ പാർട്ടിക്കിൾ ഓഫ് സ്റ്റീം ടു സഫർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള സ്റ്റീം ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഓരോരുത്തർക്കും വന്ന് തട്ടി തെറിച്ചു ഇവിടെ തട്ടുന്നു തെറിച്ചു പോകുന്നു, ഇവിടെ വരുന്നു, ഇവിടെ തട്ടി തെറിച്ചു പോകുന്നു, ഇങ്ങനെ എല്ലായിടത്തും തട്ടി തെറിച്ച് ഇവിടെ എല്ലാം സംഭവിക്കും ഇങ്ങനെ ഈ ആരോകൾ പോലെ. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ദിസ് കോസ് ദ പാർട്ടിക്കിൾ ഓഫ് സ്റ്റീം ടു സഫർ എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ. നോക്കി, ഇങ്ങനെ വന്ന സാധനത്തിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ആയി, ഇങ്ങനെ വന്നു ഡയറക്ഷൻ ചേഞ്ച് ആയി, ഇങ്ങനെ വന്നു ഡയറക്ഷൻ ചേഞ്ച് ആയി, ഇവിടെ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഇവിടെ ഈ വന്ന സംഭവം ഇവിടെ തട്ടി ഇങ്ങനെ പോകും, ഇങ്ങനെ വന്നു ഇങ്ങനെ തട്ടി തെറിക്കുന്നു, ഈ വന്ന സ്റ്റീം ഇവിടെ തട്ടി ഇങ്ങനെ തെറിക്കുന്നു. അപ്പം ഇവിടെ എല്ലാം ഡയറക്ഷൻ ചേഞ്ച് ആവുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ റിസൾട്ടായിട്ട് ഓക്കെ വിച്ച് ഗീവ് എ റൈസ് ടു എ ചേഞ്ച് ഇൻ മൊമെൻറ്റം ദർ ഫോർ എ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ആവും. അത് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. നോക്കി, ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു ഡയറക്ഷൻ ചേഞ്ച് ആയപ്പോൾ ഇതിനൊരു മൊമെൻറ്റം ഉണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. ഇവിടെ വന്നപ്പം തട്ടി ഒന്ന് സ്റ്റോപ്പായി മീൻസ് വെലോസിറ്റി 0 എന്ന് ഒരിക്കലും പറയാൻ ഒക്കില്ല. കാരണം കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? തട്ടി റിഫ്ലക്റ്റ് ആക്കുക. ഈ അത്ര എനർജി തന്നെ തിരിച്ചു പോകാം. അത്ര എനർജി പോകില്ല, കുറച്ച് ഭാഗം ഇത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം തെറിച്ചു. ഈ അബ്സോർബ് ചെയ്യപ്പെടുന്ന അതിൻ്റെ റിസൾട്ടായിട്ടൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ പോകുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സ്, ഇവിടെ തട്ടി തെറിച്ച് പോകുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സ്. അപ്പോൾ അത് സെൻട്രിഫ്യൂഗൽ ഇൻ നേച്ചറാണ്. അത് എടുത്ത് വെളിയിലേക്ക് കറക്കി എറിയുന്നതിന് തുല്യമാണ്. അപ്പം ഈ തട്ടിത്തെറിച്ച് പോകുന്ന പാർട്ടിക്കിളിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ റിസൾട്ടായിട്ടൊരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അത് സെൻട്രിഫ്യൂഗൽ ഇൻ നേച്ചറായിരിക്കും. അതായത് ഇവിടെ ഒന്നും തട്ടി തെറിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്താ റിയാക്ഷൻ, ഈ ആക്ഷൻ്റെ റിയാക്ഷനായിട്ട് ഈ തട്ടിത്തെറിച്ച് പോകുന്ന ആക്ഷൻ്റെ റിയാക്ഷൻ. എവരി ആക്ഷൻ ആസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ ത്രെഡിലോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്ന് തട്ടി തെറിച്ചു പോയി. അപ്പോൾ ഈ ആക്ഷൻ്റെ റിയാക്ഷനായിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇതിവിടെ എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യും, എല്ലായിടത്തും ഒരേപോലെ ആക്ട് ചെയ്യും. അത്
സെൻട്രിഫ്യൂഗൽ ഇൻ നേച്ചർ ആയിരിക്കും. അതാണ് ഈ പറഞ്ഞു വരുന്നത്. The blade get deflected very nearly in the circumferential direction. This cause the particle of steam to suffer a change in direction. ഇതാണ് ഈ പറഞ്ഞ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ which gives rise to change in moment. അപ്പം ഒരു ചേഞ്ച് ഇൻ ഒരു മൊമെൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടും. അതായത് കുറച്ച് ആക്ഷനായിട്ടും പോയി കുറച്ച് റിയാക്ഷനായിട്ടും പോയി. അപ്പം ചേഞ്ച് ഓഫ് മൊമെൻറ്റമായി അതിൻ്റെ റിസൾട്ടാണ് സംഭവിക്കും. ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. വിച്ച് വിൽ ബി സെൻട്രിഫ്യൂഗൽ ഇൻ നേച്ചർ. അപ്പം ഈ തട്ടി ഇങ്ങനെ തെറിച്ച് പോകുന്നതിൻ്റെ റിസൾട്ടായിട്ടൊരു താപ്പോട്ടൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ നേച്ചറായിട്ടുള്ള ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദ പാർട്ടിക്കിൾ ഓഫ് സ്റ്റീം എക്സെർട്ട് എ സെൻട്രിഫ്യൂഗൽ പ്രഷർ ഓൾ അലോങ് ദെയർ പാത്ത് ഓഫ് ദ കർവ്ഡ് സർഫസ്. അപ്പോൾ ഈ കർവ്ഡ് സർഫസിൻ്റെ എല്ലായിടത്തും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. The resultant of all these centrifugal forces acting on the entire curved surface of the blade. അപ്പം ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇത് എല്ലാ കുഞ്ഞു കുഞ്ഞു ഫോഴ്സുകളുടെ റിസൾട്ടായിട്ടൊരു വലിയൊരു ഫോഴ്സ് എവിടെ സർഫസ് ഓഫ് ദ ബ്ലേഡ്, അത് കാരണം ഈ ബ്ലേഡ് താഴേക്ക് മൂവ് ആവും. ഇതിൻ്റെ റിസൾട്ടായിട്ട് താഴേക്ക് മൂവ് ആവും. When the number of such blades are fitted on a circumference of a revolving wheel is called rotor. അങ്ങനെ കുറേ ബ്ലേഡുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഏത് റോട്ടർ. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആ ഒരു റോട്ടറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു റോട്ടറിൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനെ കുറേ റോട്ടറുകൾ ചേർത്ത് വെച്ച റോട്ടറല്ല കർവ്ഡ് വെയിൻ അല്ലെങ്കിൽ ബ്ലേഡ്, പറഞ്ഞ് തെറ്റിപ്പോയാണ്. ഇതിൻ്റെ പേര് കർവ്ഡ് വെയിൻ അല്ലെങ്കിൽ ബ്ലേഡ്. അങ്ങനെ ഒരുപാട് കർവ്ഡ് വെയിൻ ചേർത്ത് വെച്ച ഇതിനെ പറയുന്ന പേരാണ് റോട്ടർ. ദേ വിൽ ബി മൂവ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് സ്റ്റീം. അപ്പം ഈ സ്റ്റീമിൻ്റെ ആക്ഷൻ കാരണം ഓരോന്നും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ അടുത്ത ഇങ്ങോട്ട് വരും, വീണ്ടും അതിൻ്റെ ആക്ഷൻ ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദ റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ മേക്സ് ഓൾ ദ ബ്ലേഡ് ഫിറ്റഡ് ഓൺ ദ റിം. അപ്പോൾ ഇതെന്താണ് ഈ കാണുന്ന റിം ടു ഗെറ്റ് എക്സ്പോസ് ടു ദി ആക്ഷൻ ഓഫ് സ്റ്റീം. അപ്പം ഈ റൊട്ടേഷൻ കാരണം ഇവിടുത്തേത് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രം ഇങ്ങോട്ട് നീങ്ങി. അപ്പം ഇതിവിടെ വന്നു. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ അടുത്തത് വന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് റൊട്ടേഷൻ അടിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഈ ലൈൻ പറഞ്ഞത്. ദി റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ മേക്സ് ഓൾ ദ ബ്ലേഡ്സ് ഫിറ്റഡ് ഓൺ ദ റിം ടു ഗെറ്റ് എക്സ്പോസ് ആകും. ഇതാണ് എക്സ്പോസ് ആകുന്നത്. ഇത് എക്സ്പോസ് ആണ്. അങ്ങനെ കറക്റ്റ് മള്ളവാക്കുണ്ട്, കിട്ടുന്നില്ല. അതിൻ്റെ ഫ്രണ്ട് വന്ന് ചാടും എക്സ്പോസ് ആകുക, അല്ലെങ്കിൽ ഫ്രണ്ട് വരിക എന്നൊക്കെ പറയുന്ന ഒരു വെളിച്ചത്ത് വരിക. എക്സ്പോസിൻ്റെ വേറൊരു വാക്ക്, കറക്റ്റ് വാക്കെങ്കിലും എക്സ്പോസ് എന്ന് തന്നെ. അതൊന്ന് നോക്കും, ഡിസ്റ്റൻസിലേക്ക് അത് നോക്ക്. ടു ദി ആക്ഷൻ ഓഫ് ദ സ്റ്റീം ജെറ്റ് ഇൻ സക്സഷൻ. അപ്പോൾ ഇതങ്ങ് ഫിനിഷ് ചെയ്യുക. അടുത്തത് വരയ്ക്കാനുള്ള മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ കേൾക്കണം. ഒന്നുകൂടെ പറഞ്ഞ് കേൾക്കാം. ഒന്ന് 2-3 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴേ വരച്ച് വെച്ചു. എന്താണ് ഈ പറയുന്നത്? ഈ ഗ്രാഫ് എന്താണ് പറയുന്നത്? താഴെ നോക്കുക. ആദ്യം താഴെ നോക്കുക. ഇത് നോസിലാണ്. ഈ കാണുന്ന നോസിലാണ്. ഈ കാണുന്ന ബ്ലേഡാണ്. അപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നോസിൽ എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയുന്നു. പ്രഷർ ഹൈ പ്രഷർ എന്നും പി എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് മാറി. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ പ്രഷർ കുറഞ്ഞ് ലോ പ്രഷറായി. അടുത്തത് VL ലോ വെലോസിറ്റി, VH ഹൈ വെലോസിറ്റി. അപ്പം ഇവിടുന്ന് വെലോസിറ്റി കൂടി. അപ്പം പ്രഷർ കുറഞ്ഞതിൻ്റെ റിസൾട്ട് എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടി. പ്രഷർ കുറഞ്ഞു, വെലോസിറ്റി കൂടി. ബെർണോളിസ് പ്രിൻസിപ്പിൾ, FM എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടാണ് കേട്ടോ. അപ്പം PL എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ. ഇവിടെ PL ലോ പ്രഷറായിരുന്നു. സോറി ഇവിടെ ഹൈ പ്രഷറായിരുന്നു. ഹൈ പ്രഷർ കൂടി വന്ന് ഇവിടെ ലോ പ്രഷർ. ഇവിടെ ഹൈ പ്രഷറായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ ലോ പ്രഷറായി. ഹൈ പ്രഷറിൽ നിന്ന് താഴോട്ട് വന്ന് ലോ പ്രഷർ. അപ്പോൾ ഇവിടെ എത്തിയപ്പം ലോ പ്രഷർ. ഇവിടെ ഹൈ പ്രഷറായിരുന്നു, ഇവിടെ ലോ പ്രഷറായി. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരുന്നത്. PH എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ, PL എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ. ഇനി വെലോസിറ്റി നോക്കി. ഇവിടെ വെലോസിറ്റി എന്താണ്? ഇവിടെ വെലോസിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് വെലോസിറ്റി കൂടി. അപ്പം വെലോസിറ്റി VL, ലോ വെലോസിറ്റി, ഹൈ വെലോസിറ്റി. ഇനി അത് വന്ന് എന്ത് സംഭവിക്കുന്നു?
ഭയങ്കര ശക്തിയായിട്ട് ഈ ബ്ലേഡിൻ്റെ തട്ടിപ്പോകുന്നു. അപ്പോൾ ആ ബ്ലേഡ് തട്ടിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയും. വെലോസിറ്റി എങ്ങനെ കുറഞ്ഞ്? ആ വെലോസിറ്റി, അതായത് ആ കൈനറ്റിക് എനർജി കുറച്ച് ഇതിലേക്ക് മാറി. അതിൻ്റെ റിസൾട്ടായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായി. അപ്പം ഈ വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ബ്ലേഡിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ടർബൈൻ കറങ്ങി. അപ്പം വെലോസിറ്റി കുറഞ്ഞു. പിന്നെ അടുത്ത പ്രഷർ എങ്ങനെ ആയിരിക്കും? ആ പ്രഷർ സെയിം പ്രഷറായിരിക്കും, പ്രഷർ മാറുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടർബൈനെ പറ്റി, ഇമ്പൾസ് ടർബൈനെ പറ്റി ചോദിച്ചാൽ ഈ ഗ്രാഫ് മസ്റ്റായിട്ടും വരയ്ക്കണം. പിന്നെ വേണമെങ്കിൽ ഈ ഒരു ഡ്രോയിങ് വേണം വരയ്ക്കാം. പിന്നെ ഇതൊന്നും വേണം വരയ്ക്കാം. 7 മാർക്കിനായിരിക്കും ചോദിക്കുക. ഇത്രയും വേണമെങ്കിൽ വരയ്ക്കാം. ഈ ഗ്രാഫ് വളരെ അത്യാവശ്യമാണ്. ഇത് ചോദിച്ചാലും ചോദിച്ചില്ലല്ലോ വരച്ചേക്കണം കേട്ടോ. ശേഷം അടുത്തത് പാർസൺസ് ടർബൈൻ അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻ.